തിരുവനന്തപുരം SAT ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയെ തുടർന്നുണ്ടായ അണുബാധയെ തുടർന്ന് യുവതി മരിച്ചുവെന്ന പരാതിയിൽ വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. അണുബാധയ്ക്ക് കാരണം സ്റ്റെഫിലോകോക്കസ് ബാക്ടീരിയ എന്നാണ് റിപ്പോർട്ട്. ആശുപത്രിയിൽ നിന്നല്ല ശിവപ്രിയയ്ക്ക് രോഗബാധയുണ്ടായതെന്നും ആശുപത്രി മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചു എന്നും റിപ്പോർട്ടിലുണ്ട്. മേഘന മുരളി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മേഘന, ഈ ശിവപ്രിയയുടെ കുടുംബത്തിന്റെ പരാതി തള്ളിക്കൊണ്ടുള്ള വിദഗ്ധ സമിതി റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് അതിന്റെ ഉള്ളടക്കം, മേഘന? തീർച്ചയായും റിജിത്ത്, കഴിഞ്ഞ ഞായറാഴ്ചയാണ് പ്രസവ ശസ്ത്രക്രിയക്കിടെ യുവതി SAT ആശുപത്രിയിൽ വെച്ച് മരിക്കുന്നത്. അതിനുശേഷം ഇത് SAT ആശുപത്രിയിൽ നിന്നുണ്ടായ അണുബാധയെ തുടർന്നാണ് യുവതി മരിച്ചതെന്നുള്ള ആരോപണവുമായി ബന്ധുക്കൾ രംഗത്തെത്തി. വലിയ പ്രതിഷേധമടക്കം SAT ആശുപത്രിയുടെ മുന്നിൽ കണ്ടതാണ്. അതിനുശേഷമാണ് ഒരു സർക്കാർ തല വിദഗ്ധ സമിതിയെ ഇത് അന്വേഷിച്ച റിപ്പോർട്ട് സർക്കാരിന് കൈമാറാനായി നിയോഗിക്കുകയും ചെയ്യുന്നത്. അതിലാണ് SAT ആശുപത്രിക്ക് ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു വിദഗ്ധ സമിതി റിപ്പോർട്ട് വരുന്നത്. ആ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് ഈ മരണകാരണം, അണുബാധയ്ക്ക് കാരണം എന്ന് പറയുന്നത് സ്റ്റെഫിലോകോക്കസ് എന്ന ബാക്ടീരിയയാണ്. അത് SAT ആശുപത്രിയിൽ നിന്ന് ഉണ്ടായതല്ല എന്നുള്ളതാണ്. ഈ രോഗബാധ എല്ലാ മാനദണ്ഡങ്ങൾ പാലിച്ചു തന്നെയാണ് ആശുപത്രിയിൽ ചികിത്സകളൊക്കെ നൽകിയിരുന്നത് എന്ന കാര്യം കൂടി ഈ വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. രോഗബാധ SAT ആശുപത്രിയിൽ നിന്നല്ല എന്നുള്ളത് തന്നെയാണ് ഈ വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ സ്ഥിരീകരണമായി വരുന്നത്. അങ്ങനെ ആശുപത്രിക്ക് ഒരു ക്ലീൻ ചീറ്റ് നൽകുകയാണ്. അതിൽ പ്രധാനമായും ബന്ധുക്കളുടെ ആരോപണമായി ഉണ്ടായിരുന്നത് ഈ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി പോകുന്നത് വരെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ശിവപ്രിയയ്ക്ക് എന്നുള്ളതാണ്. ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് അണുബാധ ഉണ്ടായത്, കൃത്യമായിട്ടുള്ള ചികിത്സ നിഷേധിക്കപ്പെട്ടു എന്നൊക്കെയാണ് ശിവപ്രിയയുടെ ബന്ധുക്കളും ഭർത്താവും അടക്കമുള്ളവർ ആരോപിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതങ്ങനെയല്ല എന്നുള്ളതാണ് വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. ഇപ്പോൾ വിദഗ്ധ സമിതി റിപ്പോർട്ട് DMAക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. മേഘന, ഈ പരാതി ഉയർന്നതിന് പിന്നാലെ വിദഗ്ധ സമിതി ഇത് അന്വേഷിക്കട്ടെ എന്ന നിലപാടിലായിരുന്നു ആരോഗ്യവകുപ്പ് ഉണ്ടായിരുന്നത്. ആ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയായിരുന്നു ശിവപ്രിയയുടെ കുടുംബവും. ഇപ്പോഴിങ്ങനെ ഈ ആശുപത്രിക്ക് വീഴ്ചയില്ല എന്നുള്ള ഉള്ളടക്കത്തോടു കൂടി വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരുമ്പോൾ ഇനി തുടർന്ന് എന്താണ് കുടുംബം സ്വീകരിക്കാൻ പോകുന്ന നിലപാട്? അവരുടെ പ്രതികരണം ലഭ്യമായിരുന്നോ, മേഘന? റിജിത്ത്, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ സംഗീതയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കാര്യങ്ങൾ അന്വേഷിച്ചത്. അതിൽ നേരത്തെ തന്നെ ഈ ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും മൊഴിയെടുത്തു. അതുപോലെ തന്നെ ശിവപ്രിയയെ ചികിത്സിച്ച ഡോക്ടർമാരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷവും ബന്ധുക്കൾ പ്രതികരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു നിലപാട്, അതായത് SAT ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് അണുബാധ ഉണ്ടായത്. കൂടാതെ കൃത്യമായ ചികിത്സ അവിടെ ശിവപ്രിയയ്ക്ക് ലഭിച്ചിട്ടില്ല എന്ന കാര്യങ്ങളടക്കം ഈ ശിവപ്രിയയുടെ ഭർത്താവ് അടക്കം ഉറച്ചു നിൽക്കുകയാണ്. തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. തങ്ങളുടെ മകൾക്കും ഭാര്യയ്ക്കും നീതി വേണമെന്നുള്ളതാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമായി വരുന്നത്. പക്ഷേ വിദഗ്ധ സമിതിയുടെ ഒരു റിപ്പോർട്ട് കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ ബാക്ടീരിയ, ഈ അണുബാധ ഉണ്ടായിട്ടുള്ളത് SAT ആശുപത്രിയിൽ നിന്ന് അല്ല എന്നുള്ളത് തന്നെയാണ്. കൃത്യമായും ആശുപത്രിക്ക് ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ DMAക്ക് കൈമാറിയിട്ടുള്ളത്. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് തന്നെയാണ് ആശുപത്രിയിൽ ചികിത്സ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഈ വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും അതിൽ ഇനി തുടർ പ്രതിഷേധങ്ങൾ അണുബാധയുണ്ടായത് ആശുപത്രിയിൽ നിന്നല്ല എന്നാണ് വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട്. എന്താണ് ഇനി കുടുംബം ഇതിൽ സ്വീകരിക്കാൻ പോകുന്ന തുടർ നീക്കം എന്നുള്ളതും ശ്രദ്ധേയമാകും. മേഘന മുരളി വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.